ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് തട്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഇതൊരു ട്രാപ്പായിരിക്കാം. സമയം നോക്കുകയാണെങ്കിൽ 9:57 ആയിട്ടുണ്ട്. ജൂലൈ 19 ഫ്രൈഡേ. ഓക്കെ, ഇപ്പം മാർക്കറ്റ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത് 24,734. നമ്മൾ കോൾ ഓപ്ഷൻ നോക്കുക, അതായത് ഓപ്ഷൻ ചെയിനിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എവിടെയാണ് നല്ല സപ്പോർട്ട് നോക്കിയാൽ ഓക്കെ 24,700. അപ്പം ഈ 24,750 24,700 നമുക്കൊരു റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 24,700 സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മാർക്കറ്റ് 24,700 സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മേലോട്ട് കയറിയത്. 24,700 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേലോട്ട് കയറി വീണ്ടും മാർക്കറ്റ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു സപ്പോർട്ട്, അതായത് ഈ ഒരു സപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ ഇട്ടിട്ടുണ്ടോ, ഒരു ഗ്രീൻ ലൈൻ, ഏകദേശം ഈ ഒരു ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു ട്രേഡ് രാവിലെ തന്നെ ഉണ്ട്, ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷനാക്കി. വീണ്ടും മാർക്കറ്റ് കയറി ഇവിടം വരെ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടം വരെ കയറി വീണ്ടും ഇറങ്ങി വന്നു. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഫുൾ കണ്ടീഷൻ പറഞ്ഞാൽ എല്ലാവരും റെഡ് സിഗ്നലിനാണ് വരുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഏകദേശം 226 പോയിൻറ്റ് ഡൗൺ ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ബാങ്ക് നിഫ്റ്റി 200-300 പോലെ തിരിച്ച് അത് 100+ ആയി കയറും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട, ഭയങ്കര വോളറ്റിലിറ്റി കൂടുതലാണ്. നിഫ്റ്റിയിലാണെങ്കിൽ അത്രയും വലിയൊരു നമുക്കൊരു വോളറ്റിലിറ്റി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ബിഗിനറായിട്ടുള്ള നിങ്ങളാണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ പോകാൻ പാടില്ല. PCR റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും 1.23 ആണുള്ളത്. 1.23 എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡിനാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ പുട്ടോയി നോക്കി കഴിഞ്ഞാൽ 37,000 പ്ലസ് ഉണ്ട്. ഓക്കെ, കോളോയി എന്ന് പറഞ്ഞാൽ 30,000 പ്ലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനാണ് കൂടുതൽ. പുട്ട് ഓപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റ് സംഭവിക്കുക, മാർക്കറ്റ് കയറിപ്പോകും എന്നാണ്, അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. അതായത് പുട്ട് ഓപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതായത് പുട്ട് ഓപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കയറിപ്പോകും, കോൾ ഓപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇറങ്ങി വരും. ഓക്കെ, ചിലപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ തിരിച്ച് സംഭവിക്കാം. മാക്സിമം ഇങ്ങനെയാണ്, അതായത് ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 250 പോയിൻ്റ് കണക്ക് മൈനസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ PCR റേഷ്യോ നോക്കിയാൽ 0.91 ആണ്. ഓക്കെ, കോളോയി 14,000, ബുട്ടോയി 13,000. നേരെ തിരിച്ചാണ് ബാങ്ക് നിഫ്റ്റിയിലൊരു നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, ഇത് രണ്ടും, അതായത് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയും ഒരേ ഒരു ട്രെൻഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ട്രേഡ് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഭാഗത്ത് പോകുന്നു, നിഫ്റ്റി ഒരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു മാർക്കറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് വിശ്വസിച്ചൊരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിഫ്റ്റി ഏകദേശം ഈ ഒരു പോയിൻ്റിൽ നിന്ന്, അതായത് 24,650-660 ഈ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും കുറച്ച് നല്ല റിജക്ഷൻ വരുന്നുണ്ട്. നമുക്കിതൊരു ട്രേഡ് കിട്ടിയിട്ടില്ല, നല്ല ട്രേഡ് ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. നമുക്ക് ഇത്ര നല്ലൊരു ഫോളൊക്കെ വന്നു കഴിഞ്ഞു, പക്ഷെ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനിയൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു മണ്ടത്തരായിരിക്കും. കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം നല്ലൊരു സപ്പോർട്ട് സോണിലാണ് ഉള്ളത്. കണ്ടോ, ഏകദേശം ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇവിടുന്നൊരു ഡൗൺ ഫോൾ ആയിക്കഴിഞ്ഞാൽ നല്ല ഫോളാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുന്ന്
കയറി ഇറങ്ങി. ഓക്കെ, മാർക്കറ്റ് അധികം എവിടെയും നിന്നിട്ടില്ല, ഒറ്റ ഇറക്കം ഇറങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ച് കയറാനും ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇതുണ്ട്, ഈ കയറിയ പോലെ തന്നെ ഇറങ്ങിയില്ല, ഇതുപോലെ തന്നെ തിരിച്ച് കയറാൻ കാണിച്ചിട്ട് ഇതൊരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാന്നുള്ളത് ഒരു നല്ലൊരു ഓപ്ഷനല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വെറും 3 പോയിൻ്റ് SL ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. അതായത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 150. ഓക്കെ, 150ൻ്റെ താഴെ ഒരു 150ക്ക് ടച്ച് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വരുവാണെങ്കിൽ ഞാൻ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 162 ലോസാണ്. നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താ ചെയ്യുന്നത്. 243 രൂപ ലോസ്. മിക്കവാറും നമുക്കിവിടെ എക്സിറ്റ് അടിക്കേണ്ടി വരും. സമയം ഇപ്പം 11:50. നമുക്ക് നോക്കാം. ചെറിയൊരു SL ആയതുകൊണ്ട് 10 പോയിൻ്റൊന്നല്ല ഞാൻ SL ഇട്ടത്, ചെറിയൊരു SL ആണ്. ഏകദേശം 50, ഒരു 3-4 പോയിൻ്റ് മാത്രമേ SL ഉള്ളൂ. ഓക്കെ, SL എന്ന് പറഞ്ഞാൽ മാനുവൽ എക്സിറ്റ് അടിക്കുകയാണ്. സെപ്പറേറ്റ് എക്സൽ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, 112, 120, 100. അതുകൊണ്ട് 100 രൂപ ലോസ്. $75 ലോസ് കുറഞ്ഞോറ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. പക്ഷേ അങ്ങനെ മാർക്കറ്റ് വീണ്ടും നമുക്ക് നമ്മുടെ ഏതൊരു ഡയറക്ഷനിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാൻ പറ്റും 143 ലോസാണ്. ഓക്കെ, 150 ടച്ച് ചെയ്യുകയാണെങ്കിൽ സഡൻലി എക്സിറ്റാണ്, വേറെ ഓപ്ഷനില്ല. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അത് കണ്ടിട്ടാണ് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത്. ഓക്കെ, 6 രൂപ 40. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് പ്ലസ് വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു അതായത് ഇപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അവരെയൊക്കെ SL ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് SL ഒക്കെ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് നല്ല ഫാസ്റ്റ് മൂവ് ആവും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രീമിയം മൂവായിട്ട് പെട്ടെന്ന് തന്നെ കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ ട്രേഡ് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ SL വേണമെങ്കിൽ അടിക്കാൻ പറ്റും. കാരണം ഞാനിവിടെ വെച്ചതുണ്ടോ, വെറും 4 പോയിൻ്റ് SL വെച്ചിട്ടുള്ളൂ. ഇതൊരു കുറച്ച് ഡേഞ്ചർ ട്രേഡ് തന്നെയാണ്. അപ്പോൾ നോക്കാം എന്തായാലും. ഇപ്പോൾ 200 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലോസ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് 400 കണക്കിന് ലോസാണ്. ഓക്കെ, പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 10 പോയിൻ്റ്, ഒരു 5 പോയിൻ്റ് ആ റേഞ്ചാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം അതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും മാർക്കറ്റ് ഡൗൺ ആയി. നമുക്ക് നിഫ്റ്റി എന്താണ് ചെയ്യുന്നത് നോക്കാം. നിഫ്റ്റിയിൽ നമുക്കിവിടെ നിഫ്റ്റി ഉണ്ടോ, നിഫ്റ്റി ഏകദേശം ഞാൻ ഓൾറെഡി ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. നമുക്ക് നോക്കാം എന്തായാലും എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് എക്സിറ്റ് അടിക്കാം, വേറെ ഓപ്ഷനില്ല. ഓക്കെ, എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രോഫിറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വീണ്ടും വെറും 68 രൂപ പ്രോഫിറ്റാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം. കാരണം ഒരു 5 പോയിൻ്റ് കിട്ടി എക്സിറ്റ് കണക്കാണെങ്കിൽ ഒരു 200. ഇപ്പോൾ നമ്മൾ വെറും 125 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. ഇത് വേണമെങ്കിൽ ഒരു 200 ആക്കുവാണെങ്കിൽ ഒരു 5 പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി പ്രോപ്പർ ഒരു SL ഹണ്ടിങ് ക്യാൻഡിൽ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. നമുക്ക് നോക്കാം എന്തായാലും 6 SL ഹിറ്റാകും നോക്കാം. നമ്മുടെ SL ആണ്.
ഞാൻ എന്തായാലും എസ് എൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകണം. കാരണം എസ് എൽ പ്ലേസ് ചെയ്യാണ്ടിരുന്ന സീനാണ്. കുഴപ്പമൊന്നുമില്ല, എന്നാലും പെട്ടെന്നൊരു വലിയ ക്യാൻഡിൽ ഡൗൺ ആയി വന്നാലോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു ലോസ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ എസ് എൽ ഇടാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ചിലപ്പോൾ താഴോട്ട് പോയി തിരിച്ച് കയറുമായിരിക്കും എന്നൊരു മൈൻഡിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. പക്ഷേ തിരിച്ച് കയറില്ല. മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡാണെങ്കിൽ ആ നെഗറ്റീവ് ട്രെൻഡിൽ തന്നെ പോകും. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലൈൻ ഇടാവേ, ഒരു മിനിറ്റ്. ഏകദേശം ഇതാ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? മേ ബി ഈ ഗ്രീൻ ലൈനിൽ പോയി തട്ടി വീണ്ടും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈനിൽ ക്രോസ് ചെയ്തിട്ട് ഓക്കെ ഏകദേശം ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 64 വരെ. ഓക്കെ, നമുക്ക് നോക്കാം എവിടം വരെ പോകും, എന്താവും എന്നൊക്കെ. ഏകദേശം ഒരു ഈ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ച് 64, അതായത് നമ്മൾ 154 എടുത്തിട്ട് 64 വരെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഏകദേശം ഒരു 1000 രൂപ കണക്കിന് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 400, 350, 400 ആ റേഞ്ചിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 375. ഓക്കെ, മേ ബി നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ചിലപ്പോൾ ആക്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കയറി പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊരു ക്യാൻഡിൽ അങ്ങ് ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങ് കയറി അങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞില്ലേ, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്. 468 പ്രോഫിറ്റ് ഉണ്ടോ, അവിടെ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിലൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 പോയിൻ്റാണ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റ് ആകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് താഴെ കൊണ്ടുപോയിട്ട് ഇനി എസ് എൽ വെക്കുന്നില്ല. കാരണം മാർക്കറ്റ് മേ ബി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അടുത്തൊരു എസ് എൽ പോയിൻ്റ് നമുക്കിവിടെ വെക്കാം. അടുത്ത എസ് എൽ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ ലൈനായിരിക്കും നമ്മുടെ അടുത്ത എസ് എൽ പോയിൻ്റ്. കാരണം ഇനി മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ എസ് എൽ അടിക്കാനാണ് ചാൻസ്. അതിൽ നല്ല ഒരു ചെറിയൊരു ലോസിൽ എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. മെയിനായിട്ടുള്ള കാര്യത്തിൽ ഇവിടുന്ന് ഒരു ക്യാൻഡിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാൻഡിലായിരിക്കും. ഏകദേശം ഈ ഒരു റേഞ്ച് വരെ ക്യാൻഡിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എസ്കോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ എസ് എൽ ഹാൻഡിൽ ചെയ്തുണ്ടോ, ഇപ്പോൾ നല്ലൊരു റിജക്ഷൻ വന്നിട്ടുണ്ടോ. മിക്കവാറും നമ്മളിവിടുന്ന് എക്സിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൈനിൽ തട്ടുവാണെങ്കിൽ നമ്മൾ എക്സിറ്റാണ്. ഓക്കെ, എക്സിറ്റ് തന്നെയാണ്. കാരണം വലിയ ലോസിലോട്ട് പോയാൽ ശരിയാവില്ല. കറക്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ വന്നിട്ടുണ്ടോ, അതാണ് മാർക്കറ്റ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഒരു 5 പോയിൻ്റ് കാണാൻ പാടുന്നു. ഇപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് ആകാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ തട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആട്ടോ. ഏകദേശം ഒരു 200 പോയിൻ്റ് നമുക്ക് ലോസ് ആവും. നമുക്ക് നോക്കാം. ഉണ്ടോ, ഇത്രയും വരെ വന്ന് വീണ്ടും പ്ലസ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല മാർക്കറ്റ് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ മാത്രമേ പോകുന്നതുകൊണ്ട്. ഇപ്പം മൈനസ് ആയിരുന്നു, ഇത്ര പെട്ടെന്ന് 300 പ്രോഫിറ്റായി. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോസ് ആകാനും ചാൻസ് ഉണ്ട്. ഇതാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മളൊരു ഫിക്സ് ആക്കിയിട്ട് ഒരു ടാർഗറ്റ്, അതായത് നമ്മളെപ്പോഴും ഒരു ഫിക്സ് ടാർഗറ്റ് ആയിരുന്നു. ഒരു 10 പോയിൻ്റ് 10 പോയിൻ്റ് 20 പോയിൻ്റ് 20 പോയിൻ്റ് അതനുസരിച്ചുള്ള നമ്മളെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. ഓവർ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ലോസ് താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം 456 പ്രോഫിറ്റ്. നമ്മുടെ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഏകദേശം ബ്രേക്ക് ചെയ്യുന്നില്ല, വീണ്ടും താഴോട്ട് തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടാകും. കാരണം ഈ വീണ്ടും മാർക്കറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചത്.
522 ഏകദേശം 5 പോയിൻറ്റ് നമുക്ക് മൂവ് ആയിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ഒരു ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ക്യാൻഡിൽ 3 മിനിറ്റും കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ തീരാൻ വേണ്ടി. ടൈം ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും, 10 മിനിറ്റാണ് ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നത്. ഞാൻ 15 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ് ഈ ഒരു ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുക്കാറ്. ഓക്കെ, ഇപ്പോൾ ടൈം ഇപ്പോൾ ഒരുപാടായി, വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും, നോക്കട്ടെ. നല്ലൊരു മൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 മിനിറ്റ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്ന് നടക്കുന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതനുസരിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് 512 പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സമയം 12 മണിയായി. ഓക്കെ, 590 വരെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 525 വന്നു. നമുക്ക് അടുത്തൊരു SL പോയിൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 600 രൂപ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത SL ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ തന്നെ SL 630. ഇനിയിപ്പോൾ അടുത്ത് ഈ ഒരു ക്യാൻഡിൽ തീരാൻ വേണ്ടി അത്ര ചെറിയൊരു സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 650. ഈ മാർക്കറ്റിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഓക്കെ, മേ ബി ഒരു ഫോൺ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുകൊണ്ടോ നമ്മളെടുത്ത പ്രീമിയത്തിൻ്റെ ചാർട്ട് തന്നെയാണ്. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വിട്ടുപോയി. ഞാൻ റെക്കോർഡ് ഓൺ ആക്കാണ്ട് റെക്കോർഡ് ചെയ്തു പോയി. അപ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രീമിയം നല്ല രീതിക്ക് മൂവ് ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഇതിൻ്റെ ഹൈ വന്നത് എത്രയല്ല 165 വരെ പ്രീമിയം മൂവായി വീണ്ടും ഡൗൺ ആയി. ഇത്രയും നമ്മൾ, അതായത് ഒരു ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് ട്രേഡ് എടുക്കുമ്പോൾ ഇത്രയും നമ്മൾ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ഒരുപാട് സമയം ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഞാൻ ഏകദേശം ഈ ഒരു ഗ്രീൻ ലൈൻ തട്ടിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പ്രോഫിറ്റിങ് കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് തോന്നുന്നത്. മേ ബി ഇവിടുന്ന് കയറി പോകട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രോഫിറ്റിലോട്ട് പോവാം. പ്രോഫിറ്റ് എനിക്ക് കാണാൻ പറ്റും 1152. നമ്മുടെ ബ്രോക്കറേജും കൂടി കൂട്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പൊസിഷൻ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ എത്ര പൈസക്കാണ് ബൈ ചെയ്ത് 125 ക്വാണ്ടിറ്റി 154 ബൈ ചെയ്ത് 163 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 1152. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.